വീണ്ടും യുഎസിനെതിരെ ഭീഷണി മുഴക്കി ഇറാൻ. ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ തങ്ങളുടെ മിസൈൽ ശേഷി ഇതുവരെ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഇറാൻ സൈന്യം പറയുന്നത്. ലോകത്തിന് അറിയാത്ത കഴിവുകളുള്ള ചില നിഗൂഢ മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്ന് അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ഇറാൻ സൈന്യത്തിന്റെ പുതിയ പ്രസ്താവന. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്ന് ട്രംപും നെതന്യാഹുവും അവകാശപ്പെടുന്നതിനിടെയാണ് ഇറാൻ സൈന്യത്തിന്റെ ഈ അവകാശവാദം. ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ റസാ തലായാണ് സുപ്രധാന പ്രസ്താവന പുറത്തുവിട്ടത്. സമീപകാല സംഘർഷത്തിനിടെ ഇറാന്റെ മിസൈൽ ശേഷിയുടെ ഒരു പ്രധാന ഭാഗം മനഃപൂർവ്വം ഉപയോഗിക്കാതെ വിട്ടതായി അദ്ദേഹം പറഞ്ഞു. ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങൾക്ക് മുകളിലുള്ള വ്യോമാതിർത്തിയിൽ ഇറാൻ സായുധ സേന പൂർണ്ണ നിയന്ത്രണം നിലനിർത്തിയിരുന്നുവെന്ന് ജനറൽ തലൈ പറഞ്ഞു. ആവശ്യം വന്നാൽ ലഭ്യമായ നൂതന മിസൈലുകളുടെ മതിയായ ശേഖരം ഇപ്പോഴും ഇറാനിൽ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ പറയുന്നതനുസരിച്ച് രാജ്യം ആഭ്യന്തരമായി 1000-ലധികം വ്യത്യസ്ത തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നു. ഇത് അവരുടെ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഒരു സംഘട്ടനത്തിന് രാജ്യം പൂർണ്ണമായും തയ്യാറാണെന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത്. എന്നാൽ ഫെബ്രുവരി അവസാന വാരത്തിൽ ആരംഭിച്ച ഇറാൻ യുദ്ധം അമേരിക്കയുടെ ആഗോള ആയുധ ശേഖരത്തിൽ വൻതോതിലുള്ള കുറവുണ്ടാക്കിയതായാണ് റിപ്പോർട്ട്. ചൈനയുമായുള്ള ഒരു യുദ്ധം മുന്നിൽ കണ്ട് അമേരിക്ക കരുതി വെച്ചിരുന്ന അത്യാധുനിക സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും നിലവിൽ ഇറാനെതിരെയുള്ള പോരാട്ടത്തിനായി വൻതോതിൽ വിനിയോഗിക്കപ്പെടുകയാണ്. ഏകദേശം 38 ദിവസം നീണ്ടുനിന്ന തീവ്രമായ പോരാട്ടത്തിനൊടുവിൽ 2 ആഴ്ച മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇതിനകം അമേരിക്കയുടെ പക്കലുണ്ടായിരുന്ന അത്യാധുനിക മിസൈലുകളുടെ പകുതിയിലധികം തീർന്നുപോയതായാണ് പെന്റഗണിന്റെ ആഭ്യന്തര വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത്. ചൈനയുമായുള്ള സംഘർഷത്തിൽ നിർണായകമായി കരുതുന്ന JASM-ER ഇനത്തിൽപ്പെട്ട 1100ഓളം ലോങ് റേഞ്ച് സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകൾ അമേരിക്ക ഇതിനോടകം പ്രയോഗിച്ചു കഴിഞ്ഞു. നിലവിൽ US ശേഖരത്തിൽ ഇത്തരം 1500 മിസൈലുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിനു പുറമെ 1000-ലധികം ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചു. അമേരിക്ക പ്രതിവർഷം വാങ്ങുന്ന ടോമഹോക്ക് മിസൈലുകളുടെ എണ്ണത്തിന്റെ 10 ഇരട്ടിയാണിത്. ഓരോന്നിനും $4 മില്യൺ വില വരുന്നു. 1200 പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളും 1000-ലധികം പ്രസിഷൻ സ്ട്രൈക്ക് മിസൈലുകളും ATACMS മിസൈലുകളും ഉപയോഗിച്ചത് അമേരിക്കയുടെ പ്രതിരോധ സന്നദ്ധയെ ബാധിച്ചിട്ടുണ്ടെന്ന് പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു. ഇറാൻ യുദ്ധത്തിനായി ഏഷ്യയിലെയും യൂറോപ്പിലെയും സൈനിക കമാൻഡുകളിൽ നിന്ന് ബോംബുകളും മിസൈലുകളും മറ്റു ഹാർഡ്വെയറുകളും പശ്ചിമേഷ്യയിലേക്ക് മാറ്റാൻ പെന്റഗൺ നിർബന്ധിതരായി. ഇത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുള്ള ഭീഷണികളെ നേരിട്ടുള്ള അമേരിക്കയുടെ ശേഷിയെ ദുർബലപ്പെടുത്തിയേക്കാം. നിലവിലെ ഉൽപാദന നിരക്ക് അനുസരിച്ച് തീർന്നുപോയ ആയുധശേഖരം പഴയപടിയാക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് സെന്റർ ജാക്ക് റിക് മുന്നറിയിപ്പ് നൽകിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.